വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 369 മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരും. വയനാട് ദുരന്തം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് സേനയടക്കമുള്ള രക്ഷാപ്രവർത്തകരെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി. ഭർത്താവിന്റെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതികളുടെ വീടിന് നേരെ ആക്രമണം. വടക്കേത്തുറവ് പുളിക്കൽ ബിന്ദു തിലകന്റെ വീടാണ് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർത്തത്. വടക്കാഞ്ചേരി മാരാത്തൂന്ന് റോഡിലെ അകമലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. ചാടൂർ കമാൻഡോ മുഖത്തെ സ്ലൂയിസ് തള്ളിപ്പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് ജില്ലാ കളക്ടർ സമിതി രൂപീകരിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 369. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ 2 സിഗ്നൽ ലഭിച്ചു. സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പരമാവധി സന്നദ്ധ പ്രവർത്തകരെ ഇറക്കിയായിരുന്നു ഇന്നത്തെ തിരച്ചിൽ. തിങ്കളാഴ്ച മുതൽ വനമേഖലയിലേക്ക് സന്നദ്ധ പ്രവർത്തകരെ പ്രവേശിപ്പിക്കില്ല. 8 മൃതദേഹങ്ങൾ ഞായറാഴ്ച രാത്രി സംസ്കരിച്ചു. സർവ്വമത പ്രാർത്ഥനയോടെ പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ സ്ഥലത്താണ് സംസ്കാരം നടന്നത്. ഹനാന്റെ കുഞ്ഞു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതനിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയും കാളത്തോട് സ്വദേശികളായ മമ്മശ്രയില്ലത്ത് അൻസാറിന്റെയും ജസ്നയുടെയും മകനായ മുഹമ്മദ് ഹനാൻ അൻസാറാണ് കുടുക്കയിൽ കൂട്ടിവെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. സർക്കാരിനു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തുക ഏറ്റുവാങ്ങി. വയനാട് ദുരന്തം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് സേനയടക്കമുള്ള രക്ഷാപ്രവർത്തകരെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി. പരിശീലനം പൂർത്തിയാക്കിയ കേരള ആംഡ് വനിതാ പുരുഷ പോലീസ് സേനാംഗങ്ങളുടെ തൃശൂരിൽ നടന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മാറുന്നത്. ദേശീയ തലത്തിലെ വലിയ ദുരന്തങ്ങൾ ഒന്നുകൂടിയാണ്. പെട്ടെന്നുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഒരു നാടാകെ ഇല്ലാതായതിൻ്റെ നടുക്കം ചൂർമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങൾ ഇപ്പോഴുമുണ്ട്. ജീവിതത്തിൽ നിന്ന് പിഴുതെറിയപ്പെട്ട ആ മനുഷ്യരുടെ ദുരന്തം ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ കണ്ണീരിലാക്കിയിട്ടുണ്ട്. മനുഷ്യത്വം മുഖമുദ്രയാക്കുന്ന സേനയുടെ മഹത്തായ ത്യാഗപൂർണമായ സമർപ്പണമാണ് വയനാട്ടിലേത്. ദുരന്തമുഖത്ത് കേരളം പുലർത്തിപ്പോരുന്ന മനുഷ്യസ്നേഹത്തിന്റെ ഊഷ്മളത കാത്തുസൂക്ഷിക്കാൻ ഇനിയും സേനാംഗങ്ങൾക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയാകുന്ന മഹത്തായ സന്ദർഭങ്ങളാണ് നാം അവിടെ കണ്ടത്. കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ വീടുകൾ ഇതിൻ്റെ ഭാഗമായി കാണാൻ കഴിയില്ല. മാതൃകാപരമായ പോലീസിൻ്റെ ഇടപെടലുകൾ പ്രത്യേകം എടുത്തു പറയപ്പെട്ടത്. വയനാട്ടിലെ പോലീസ് രക്ഷാപ്രവർത്തനങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് തന്നെ അത് വലിയ മാതൃകയാണ് നിങ്ങൾക്ക് എന്നുകൂടി ഓർമ്മിക്കുന്നത്. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന പരേഡിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ച അദ്ദേഹം പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്കുള്ള ട്രോഫിയും വിതരണം ചെയ്തു. കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയനിലെ 187 വനിതാംഗങ്ങളും മലപ്പുറം മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയനിലെ 223 പുരുഷ സേനാംഗങ്ങളുമടക്കം 410 പേരാണ് പുതുതായി സേനയുടെ ഭാഗമായത്. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബ്, ADGPയും കേരള പോലീസ് അക്കാദമി ഡയറക്ടറുമായ P. വിജയൻ, തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, MSP ബറ്റാലിയൻ കമാൻഡന്റ് KV സന്തോഷ്, കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, MLA P. ബാലചന്ദ്രൻ, മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, ഡിവിഷൻ കൗൺസിലർ രാജശ്രീ ഗോപൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ഇക്കുറി ഒരു സവിശേഷ സാന്നിധ്യമുണ്ടായി. പരേഡ് നിരീക്ഷിച്ചും നടത്തിയും സേനാ അംഗങ്ങൾക്കൊപ്പം സദാ നിലകൊണ്ട കക്ഷി ഏവരുടെയും ശ്രദ്ധയും പിടിച്ചുപറ്റി.
സംസ്ഥാന മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത കേരള ആംഡ് പുരുഷ വനിതാ പോലീസ് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ഗ്രൗണ്ടാണ് വേദി. പക്ഷേ ഇവിടെ തിളങ്ങിയത് മറ്റൊരാളാണ്, ഒരു നായ. ആള് സേനയുടെ ഭാഗമല്ല, എന്നാൽ പരേഡും ചിട്ടവട്ടങ്ങളുമെല്ലാം ഒരു സേനാംഗത്തെ പോലെ മനപ്പാഠം. അത് തെളിയിക്കുന്നതായിരുന്നു പരേഡ് ഗ്രൗണ്ടിലെ പെരുമാറ്റം. കൃത്യതയോടെ, ചടുലതയോടെ, പിഴയ്ക്കാത്ത ചുവടുകളോടെ പരേഡ് ഇപ്പോൾ റിവ്യൂ ഓർഡർ മാർച്ച് ചെയ്ത് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുകയായി. റിവ്യൂ ഓർഡർ മാർച്ച്. കേഡറ്റുകൾ ചെയ്യുന്നതെല്ലാം നിരീക്ഷിച്ച് ആദ്യ അവസാനം വരെ അവർക്കൊപ്പം ഗ്രൗണ്ടിൽ തന്നെ നിലകൊണ്ടു. ഇടയ്ക്ക് പെയ്ത മഴയിലോ തോക്കും പിടിച്ച് 400 പേർ ചേർന്നുള്ള ബൂട്ടടിയുടെ ഒച്ചയിലോ ഒന്നും ആള് കുലുങ്ങിയില്ല. പരേഡംഗങ്ങളെ അഭിസംബോധന ചെയ്തുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗ സമയത്ത് ഒരു സേനാംഗത്തെ പോലെ സശ്രദ്ധം കേട്ടിരുന്നു. ഒടുവിൽ സേനാംഗങ്ങൾക്കൊപ്പം ക്യുക്ക് മാർച്ച് ചെയ്ത് തന്റെ മികവും തികവും തെളിയിച്ച ശ്വാനൻ കാണികളുടെ കയ്യടിയും സ്വന്തമാക്കി. പരേഡിലുടനീളം വനിതാ പ്ലറ്റൂണിനോട് ചേർന്ന് നിന്ന നായ ഒരു വേള പോലും ആർക്കും യാതൊരുവിധ ശല്യമോ തടസ്സമോ ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്നും ആട്ടിപ്പായ്ക്കലും ഇതിന് നേരിടേണ്ടി വന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. TCV തൃശൂർ. പുതുക്കാട് ഭർത്താവിന്റെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതികളുടെ വീടിന് നേരെ ആക്രമണം. വടക്കേത്തുറവ് പുളിക്കൽ ബിന്ദു തിലകന്റെ വീടാണ് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർത്തത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ബൈക്കിലെത്തിയ സംഘം വീടിന്റെ ജനൽ ചില്ലുകളും ഗൃഹോപകരണങ്ങളും തകർക്കുകയായിരുന്നു. വീടിന്റെ പുറകിലെ വാതിൽ തകർത്താണ് അക്രമികൾ അകത്ത് കടന്നത്. പുതുക്കാട് വടക്കേത്തുറവ് പട്ടത്തുവീട്ടിൽ അശോകന്റെ മകൾ അനഘ ഒരാഴ്ച മുൻപാണ് മരിച്ചത്. 1.5 മാസം മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അനഘ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അനഘയെ രജിസ്റ്റർ വിവാഹം ചെയ്ത പുളിക്കൽ ആനന്ദകൃഷ്ണ, അമ്മ ബിന്ദു തിലകൻ എന്നിവരുടെ പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഇതിനിടയിലാണ് പ്രതികളുടെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ അനഘയുടെ സഹോദരൻ ഉൾപ്പെടെ 3 പേരുടെ പേരിൽ കേസെടുത്തതായി പുതുക്കാട് SHO B സജീഷ് കുമാർ അറിയിച്ചു. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലെ അകമലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലെ സാഹചര്യത്തിൽ മഴ, നീരൊഴുക്ക് എന്നിവ കുറഞ്ഞത് കണക്കിലെടുത്ത് മണ്ണിടിച്ചിൽ ഭീഷണി കൂടുതൽ അനുഭവപ്പെടുമെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിലെ ആളുകളെ ക്യാമ്പിൽ തുടരുവാനും മറ്റുള്ളവരെ ജാഗ്രതയോടെ വീടുകളിലേക്ക് തിരികെ പോകുവാനും ജില്ലാ കളക്ടർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണിടിഞ്ഞ് വെള്ളം ഒഴുകി വന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അപകട സാധ്യത മുൻനിർത്തി നിരവധി കുടുംബങ്ങളെ നഗരസഭാ അധികൃതർ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജില്ലാ ജിയോളജിസ്റ്റ് AK മനോജ്, ജില്ലാ സംരക്ഷണ ഓഫീസർ ബിന്ദു മേനോൻ, ജില്ലാ ഹൈഡ്രോളജിസ്റ്റ് ഓഫീസർ K ലീന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, തഹസിൽദാർ KC അനുപമൻ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർമാൻ ഷീല മോഹൻ, കൌൺസിലർ ബുഷ്ര റഷീദ് എന്നിവർ സ്ഥലത്ത് എത്തിയിരുന്നു. ചാഴൂർ കമാൻഡോ മുഖത്തെ സ്ലൂയിസ് തള്ളിപ്പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് സമിതി രൂപീകരിച്ചു. ശക്തമായ മഴയിൽ കരുവന്നൂർ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ചാഴൂർ കമാൻഡോ മുഖത്തെ സ്ലൂയിസിന്റെ ബീം, സ്ലാബ് എന്നിവ തകർന്നതുമൂലം ചേർപ്പ്, ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂപപ്പെട്ട രൂക്ഷമായ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിന് തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോർഡിനേറ്ററായി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചു. തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ, ചാഴൂർ, ചേർപ്പ് പഞ്ചായത്ത് സെക്രട്ടറിമാർ, KLDC കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ, തൃശൂർ തഹസിൽദാർ എന്നിവർ അടങ്ങുന്ന സമിതി സംയുക്ത സ്ഥലപരിശോധന നടത്തി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് അവധി. ക്യാമ്പുകൾ അവസാനിക്കുന്ന വിവരം അതാത് തഹസിൽദാർമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ചേർന്ന് ആവശ്യമായ ശുചീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിനു ശേഷം സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ ഉത്തരവിൽ വ്യക്തമാക്കി. 7 കോടിയിലധികം നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രമുഖ വ്യവസായി അറസ്റ്റിൽ. പുഴയ്ക്കൽ ശോഭ സിറ്റിയിലെ ടോപ്പാസ് ഫ്ളാറ്റിലെ താമസക്കാരനും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റുമായ TA സുന്ദർ മേനോനെയാണ് തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. പൂങ്കുന്നം ചക്കാമുക്ക് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഹിവാൻ നിധി,
ഹിവാൻ ഫിനാൻസ് എന്നീ സ്ഥാപനങ്ങളുടെ പേരിൽ നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിച്ച് 7,78,00,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ്. 62ഓളം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചതിനു ശേഷം കാലാവധി കഴിഞ്ഞിട്ടും പണം തിരിച്ചു നൽകിയില്ലെന്ന പരാതിയിലാണ് അറസ്റ്റ്. 18ഓളം കേസുകളാണ് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേസിലെ മറ്റൊരു പ്രതിയായ പുതൂർക്കര സ്വദേശി ബിജു മണികണ്ഠനെ വെസ്റ്റ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തലവണിക്കരയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് ചികിത്സയിലായിരുന്ന 9 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. നെന്മണിക്കര തലവണിക്കര കൊളാട്ടിൽ രാജേഷിന്റെയും അമൃതയുടെയും മകൾ നീലാദ്രിനാഥയാണ് മരിച്ചത്. 10 ദിവസം മുൻപാണ് അപകടമുണ്ടായത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ കാണാതായപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ വീട്ടിലെ ബക്കറ്റിൽ വീണുകിടക്കുന്ന രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെയാണ് മരിച്ചത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേച്ചേരിയിൽ മധ്യവയസ്കനെ പാടത്തെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുനെല്ലൂർ പട്ടിക്കര സ്വദേശി ചെമ്പ്രവീട്ടിൽ മാധവ പണിക്കരുടെ മകൻ 53 വയസ്സുള്ള ശിവരാമനാണ് മരിച്ചത്. സൈക്കിൾ ഉൾപ്പെടെ പാടത്തെ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചത്ത കോഴികളെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചിക്കൻ കട ഗുരുവായൂർ നഗരസഭ അടച്ചുപൂട്ടി. തൊഴിയൂരിലുള്ള അൽ അമനാഹ് ബീഫ് ആൻഡ് ചിക്കൻ സെന്ററാണ് അടപ്പിച്ചത്. ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുജിത് കുമാർ, KS പ്രദീപ് എന്നിവരാണ് പരിശോധന നടത്തിയത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 75 കിലോ ചത്ത കോഴിയും പഴകിയ ബോട്ടിയും പിടിച്ചെടുത്തു. ഇത് പിന്നീട് ആരോഗ്യ വിഭാഗം നശിപ്പിച്ചു. പറമ്പിക്കുളം ഡാമിൽ നിന്ന് വെള്ളം തുറക്കുമെന്ന് മുന്നറിയിപ്പ്. ചാലക്കുടി പുഴയ്ക്ക് വീണ്ടും ഭീഷണി. തമിഴ്നാട് സർക്കാർ നിയന്ത്രിക്കുന്ന പറമ്പിക്കുളം ഡാം തുറക്കുമ്പോൾ വെള്ളം എത്തുന്നത് പെരിങ്ങൽകുത്ത് ഡാമിലായിരിക്കും. നിലവിൽ പെരിങ്ങൽകുത്ത് ഡാമിൽ വെള്ളം കുറവാണെങ്കിലും സംഭരണശേഷി കുറഞ്ഞ പെരിങ്ങൽകുത്തിൽ നിന്നും വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടാകും. അരിമ്പൂരിനും പുല്ലഴിക്കുമിടയിൽ കുളവാഴയും ചണ്ടിയും വന്ന് നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട കൊട്ടച്ചാൽ വൃത്തിയാക്കി. ചേറ്റിപ്പുഴ മുതൽ ഏനമാവ് വരെ 100 മീറ്റർ വീതിയിൽ അരിമ്പൂർ ചാലാടി പഴംകൂളിനും പുല്ലഴി പാടം പുത്തൻകൂളിനും ഇടയിലൂടെയാണ് കൊട്ടച്ചാൽ ഒഴുകുന്നത്. ചിമ്മിനിയിൽ നിന്നും പുഴയ്ക്കൽ മേഖലയിൽ നിന്നും ഈ ചാൽ വഴിയാണ് വെള്ളം ഏനമാവ് റെഗുലേറ്ററിൽ എത്തുന്നത്. പുല്ലഴി എൽത്തുരുത്ത് മേഖലയിൽ നിന്നടക്കം ചണ്ടിയും കുളവാഴയും വന്നടിഞ്ഞിരുന്നത് കൊട്ടച്ചാലിന് നടുവിലെ ഇരു ബണ്ടുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിനടിയിലാണ്. 3 ദിവസം കൊണ്ട് 6 തൊഴിലാളികൾ ചേർന്ന് ബാർജിൽ നിന്നാണ് കുളവാഴകൾ നീക്കം ചെയ്തത്. ഇതോടെ വെള്ളത്തിന്റെ നീരൊഴുക്ക് വർദ്ധിച്ചു. ഏനമാവ് വഞ്ചിക്കടവിലെ കുളവാഴകൾ കൂടി നീക്കം ചെയ്താൽ മണലൂർ താഴമ്പടവിൽ നിന്നുള്ള വെള്ളവും തടസ്സമില്ലാതെ ഒഴുകും. ഈ മാസം 15ഓടെ ചാലാടി പഴംകൂളിൽ കൃഷിക്ക് മുന്നോടിയായി പമ്പിംഗ് ജോലികൾ ആരംഭിക്കാനാകുമെന്ന് കടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കുളവാഴകൾ നീക്കം ചെയ്ത പ്രദേശം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, ചാലാടി പഴങ്കൂൾ പ്രസിഡന്റ് മണി, സൂപ്പർവൈസർ അയ്യപ്പൻ എന്നിവർ സന്ദർശിച്ചു. MLA കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ വെച്ചിട്ട് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരുടെ യോഗത്തിൽ വെച്ചിട്ട് നമ്മുടെ പാടശേഖര മേഖലയിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള ചണ്ടി കുളവാഴ മുഴുവൻ നീക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു തീരുമാനം എടുക്കുകയുണ്ടായി. അതിൻ്റെ മുന്നിൽ കുളവാഴകൾ എടുത്തു എന്നുള്ള രീതിയിലുള്ളതിൽ ചില തെറ്റായ വിവരങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇവിടെ നമ്മുടെ വെള്ളം വരുന്ന പ്രധാനപ്പെട്ട കോട്ടച്ചാൽ എന്ന് പറയുന്ന ചേറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ച് ഏനമാവ് ലേറ്ററിൻ്റെ അവിടേക്ക് എത്തുന്ന ഈ ഫുള്ളായിട്ട് ചണ്ടി വന്ന് നിറഞ്ഞു കിടക്കുകയായിരുന്നു. അത് വന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് അതെടുത്ത് ഏകദേശം ഒരു 3 മണിയോട് കൂടി തീർന്ന് ഈ ചണ്ടി ഇനിയും നീക്കം ചെയ്യാൻ വേണ്ടി വഞ്ചിക്കടവിലേക്ക് പോയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ പ്രദേശത്ത് നിന്ന് വരുന്ന ചാലാടി പഴങ്കോള്, അതുപോലെ പുത്തങ്കോൾ പായിക്കോൾ വരുന്ന മേഖലയിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ സുഗമമായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ഒഴുകിപ്പോകുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബസ്സുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന 2 സംഘത്തെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി ഫറൂഖ്, മലപ്പുറം സ്വദേശി ഹനീഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞാണി ചാവക്കാട് റൂട്ടിലോടുന്ന ബസ് യാത്രക്കാരനായ മേച്ചേരിപ്പടി സ്വദേശി ഉജ്ജ്വലിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണവും ATM കാർഡും അടങ്ങിയ പേഴ്സ് മോഷ്ടിച്ച സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത്. ആക്സിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മേയർ MK വർഗീസ്, ആക്സ് ജനറൽ കൺവീനർ CR വത്സൻ, ജില്ലാ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് TA അബൂബക്കർ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
തൃശൂർ പാമ്പൂരിൽ വീടുകളുടെ മതിലുകൾ തകർത്ത് കാന നിർമ്മാണം 2 വീടുകളിലെ മതിലുകൾ തകർന്നു. പാമ്പൂരിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാന നിർമ്മാണമാണ് നാട്ടുകാർക്ക് വിനയായത്. കാനയ്ക്കായി മതിലുകളോട് ചേർന്ന് മണ്ണെടുത്തതാണ് വീടുകളുടെ മതിലുകൾ തകർന്നു വീഴാൻ കാരണം. അശാസ്ത്രീയ നിർമ്മാണമാണ് മതിലുകൾ ഇടിയാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. റിട്ടയർഡ് എസ്ഐമാരായ കാഞ്ഞിരപ്പറമ്പിൽ തോമസ്, സഹോദരൻ റപ്പായി എന്നിവരുടെ വീടുകളുടെ മതിലുകളാണ് നിലംപൊത്തിയത്. ചൂളക്കട്ടകളും കോൺക്രീറ്റ് കട്ടകളും ഉപയോഗിച്ച് നിർമ്മിച്ച 15 മീറ്റർ നീളം വരുന്ന മതിലാണ് ഗേറ്റ് ഉൾപ്പെടെ മറഞ്ഞു വീണത്. ചലച്ചിത്ര ലോകത്തിന്റെ രചന, കാഴ്ച, സാങ്കേതിക മേഖലകൾ ചർച്ച ചെയ്ത് തൃശൂർ ലിറ്റററി ഫോറം സംഘടിപ്പിച്ച വെള്ളിത്തിര മലയാള സിനിമ ചരിത്ര സഞ്ചാരം എന്ന പരിപാടി ശ്രദ്ധേയമായി. ചേരൂർ സാഹിതിയിൽ നടന്ന പരിപാടി ഗാനരചയിതാവും കവിയുമായ MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാഴ്ചയുടെയും രചനയുടെയും സൃഷ്ടിക്ക് പിന്നിലെ യഥാർത്ഥ കഷ്ടതകൾ സമൂഹം കാണാതെ പോകുന്നതാണ് കലാ സാഹിത്യരംഗം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. എഴുത്തുകാരനും അഭിനേതാവുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. വയലാറിനെ തേടുന്ന വിദ്യാർത്ഥി എന്ന വിഷയത്തിൽ തിരക്കഥാകൃത്ത് ഹരി പി നായരും 90 വർഷത്തെ മലയാള സിനിമയുടെ ചരിത്ര വഴികൾ എന്ന വിഷയത്തിൽ സതീഷ് കുമാർ വിശാഖപട്ടണവും പ്രഭാഷണം നടത്തി. BH ദിരാർ, സുഭാഷ് പോണോളി, സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PR K ചേനം, ട്രഷറർ P വിനോദ് എന്നിവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുവാൻ അമ്പലപ്പാറ വേങ്ങശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന വയങ്കാവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കളക്ഷൻ സെന്റർ ആരംഭിച്ചു. അനിരുദ്ധ്, അമൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കളക്ഷൻ പോയിന്റിൽ അവശ്യ സാധനങ്ങൾ നേരിട്ടെത്തിക്കുവാൻ കഴിയാത്തവർ അറിയിച്ചാൽ സന്നദ്ധ പ്രവർത്തകർ നേരിട്ട് വീടുകളിലെത്തി സാധനങ്ങൾ കൈപ്പറ്റുന്നതാണെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. തൃക്കൂരിൽ ഗൃഹനാഥൻ കിണറ്റിൽ വീണ് മരിച്ചു. പള്ളിയറ സ്വദേശി ചിറമേൽ ഔസേപ്പിന്റെ മകൻ 58 വയസ്സുള്ള ജോസഫാണ് മരിച്ചത്. വീടിന് പുറകിലെ കിണറിന്റെ സംരക്ഷണ ഭിത്തിയിൽ ഇരിക്കുന്നതിനിടെ കിണറിലേക്ക് വീഴുകയായിരുന്നു. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തി ജോസഫിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ബൂട്ട് വാങ്ങാൻ കൂട്ടിവെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സ്കൂൾ വിദ്യാർത്ഥി. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും കുഴിക്കാട്ടുകോണം സ്വദേശികളായ മഠത്തിപ്പറമ്പിൽ സന്തോഷിന്റെയും ജിനിയുടെയും മകനും ഫുട്ബോൾ താരവുമായ അമൻ ചന്ദാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയത്. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തുക ഏറ്റുവാങ്ങി. മലവെള്ളപ്പാച്ചിലിൽ പാലപ്പള്ളി കാരിക്കുളം ബ്രിട്ടീഷ് പാലത്തിനടിയിൽ കുടുങ്ങിയ വൻമരങ്ങൾ നീക്കം ചെയ്തു. കുറുമാലിപ്പുഴയുടെ നീരൊഴുക്കിന് തടസ്സമാകുന്ന വിധം തടഞ്ഞു നിന്ന മരങ്ങൾ 100 വർഷത്തിലേറെ പഴക്കമുള്ള പാലത്തിന് ബലക്ഷയം വരുത്തുമെന്ന ആശങ്കയുണ്ടായിരുന്നു. തോട്ടം വനമേഖലയിൽ ചിമ്മിനി മുതൽ പാലപ്പള്ളി വരെയുള്ള ഭാഗത്ത് മരങ്ങൾ ഉൾപ്പെടെ നിരവധി മാലിന്യങ്ങൾ പുഴയിൽ വീഴുന്നത് പതിവാണ്. വരന്തരപ്പള്ളി മട്ടത്തൂർ പഞ്ചായത്ത് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് തടസ്സങ്ങൾ നീക്കം ചെയ്തത്. KM ഹൈദർ, VP ഉസ്മാൻ, CA ബഷീർ, KC മുഹമ്മദ്, A സുബീഷ്, H കരീം, പിച്ചൻ മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലപ്പള്ളി ചൊക്കന ഭാഗത്തേക്കുള്ള ഏക ആശ്രയമായ പാലത്തിന് സമീപം അപകടകരമായി നിൽക്കുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റുന്നതിന് ഇറിഗേഷൻ വനംവകുപ്പുകൾ നടപടിയെടുക്കണമെന്നും പാലത്തിന്റെ ബലക്ഷയം പരിശോധിക്കണമെന്നും ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. സംഗീത കലാചാര്യൻ മങ്ങാട് നടേശൻ അനുസ്മരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. മങ്ങാട് നടേശൻ മാസ്റ്ററുടെ ശിഷ്യഗണങ്ങളുടെ ആഭിമുഖ്യത്തിൽ പൂങ്കുന്നം ജാനകിനാഥ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ശിഷ്യന്മാരുടെ സംഗീതാർച്ചനയും വീഡിയോ പ്രദർശനവും പ്രഭാഷണങ്ങളും അരങ്ങേറി. പ്രമുഖ വയലിനിസ്റ്റ് നെടുമങ്ങാട് ശിവാനന്ദൻ, സംഗീതജ്ഞൻ മണ്ണൂർ MP രാമൻ, രാജകുമാരനുണ്ണി, വീണവിദ്വാൻ അനന്തപത്മനാഭൻ, സദനം ഹരികുമാർ, ജോർജ് S പോൾ തുടങ്ങി നിരവധി പ്രമുഖർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഹനുമാൻ പൂജയും കർക്കിടക ഫെസ്റ്റും സംഘടിപ്പിച്ചു. തൃശൂർ നീരാഞ്ജലി ഹാളിൽ തൃശൂർ ആദ്യമായി നടന്ന ഹനുമാൻ പൂജയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നിരവധി ക്ഷേത്രങ്ങളുടെ തന്ത്രി കുലപതിയുമായ ഡോക്ടർ വിജയൻ കരുമത്രയുടെ നേതൃത്വത്തിലാണ് പൂജ സംഘടിപ്പിച്ചത്. തൃശൂർ ക്ഷേത്ര ഏകോപന സമിതിയുടെ ജില്ലാ കൺവെൻഷൻ പൂങ്കുന്നം സരസ്വതി വിദ്യാനികേതനിൽ നടന്നു. ചിന്മയ മിഷൻ ആചാര്യ സ്വാമിനി സംഹിതാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P സുധാകരൻ, ജില്ലാ സെക്രട്ടറി ഹരി മുള്ളൂർ, ക്ഷേത്ര ഏകോപന സമിതി ജില്ലാ സംയോജകൻ PN അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു.
പുത്തൂർ ഫൊറോന കൌൺസിലിന്റെ നേതൃത്വത്തിൽ പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിന്നും മാന്നാമംഗലം സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിലേക്ക് പദയാത്ര നടത്തി. വിശുദ്ധ സെന്റ് ജോൺ മരിയ വിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് പ്രഥമ പദയാത്ര സംഘടിപ്പിച്ചത്. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ ഫൊറോന കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുകാടന് കൈമാറി നിർവഹിച്ചു. മാന്നാമംഗലം പള്ളിയിൽ നടന്ന സമാപന ആശീർവാദത്തിന് മാർ ടോണി നിലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു. 17ാമത് തൃശൂർ ജില്ലാ സബ് ജൂനിയർ മിനി ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് തൃശൂർ വി.കെ.എൻ. മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ.ആർ. സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഫെൻസിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഫെൻസിംഗ് അസോസിയേഷൻ സെക്രട്ടറി ഫ്രെഡിൻ ജോസഫ് കുറ്റിക്കാടൻ, അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി കെ.എ. മെറിൻ, ട്രഷറർ സ്റ്റെബിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി 100-ൽ പരം കായിക താരങ്ങൾ പങ്കെടുത്തു. നാടിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അരിമ്പൂർ പഞ്ചായത്തിലെ വടക്കുംപുറം കൈപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം കർഷകരിൽ നിന്നും ശേഖരിച്ച ഫണ്ട് കൈമാറി. സംഘം ഓഫീസിൽ നടന്ന ചടങ്ങിൽ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഫണ്ട് തുകയായ 10,000 രൂപ ഏറ്റുവാങ്ങി. സംഘം പ്രസിഡന്റ് ഇ.കെ. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,460 രൂപ, പവന് 51,680 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,290 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 369ആയി. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരും. വയനാട് ദുരന്തം രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് സേന അടക്കമുള്ള രക്ഷാപ്രവർത്തകരെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി. ഭർത്താവിന്റെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതികളുടെ വീടിന് നേരെ ആക്രമണം. വടക്കേത്തുറവ് പുളിക്കൽ ബിന്ദു തിലകന്റെ വീടാണ് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർത്തത്. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലെ അകമലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. ചാഴൂർ കമാൻഡോ മുഖത്തെ സ്ലൂയിസ് തള്ളിപ്പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് ജില്ലാ കളക്ടർ സമിതി രൂപീകരിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.